പ്രാരംഭമായിട്ട് ഞാനൊരു കാര്യം തുറന്നു ചോദിക്കുക. സത്യത്തിൽ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് സത്യം പറയണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം വാസ്തവമായി ഉണ്ട്. ഒന്ന് ആ ഒരു എന്താ പറയുക, വിശ്വാസം അത് ആഴത്തിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു വിശ്വാസമുണ്ടോ? നമ്മൾ ഈ പറയുന്ന പരിപാടികളൊക്കെ ദൈവത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ദൈവസന്നിധിയിലാണെന്നോ, അല്ലെങ്കിൽ ഇത് ദൈവം ഉണ്ടെന്നും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്തം ഇപ്പോൾ ലിറ്ററലി ദൈവ സാന്നിധ്യം കർത്താവ് ഇവിടെ നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടോ? ഹൃദയത്തിൽ ഉണ്ടോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക്, മലയാളത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദോസ് ഹു ഏണസ്റ്റ്ലി സീക്ക് ഹിം വിൽ ബി റിവാർഡഡ് ബൈ ഹിം. അതായത് തീക്ഷ്ണതയോടെ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക്, അതായത് ദൈവസന്നിധിയിൽ വരുന്നവർക്ക്, പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക്, ആരാധനയ്ക്ക് വരുന്നവർക്ക്, അവർക്ക് ആദ്യം വേണ്ട ഒരു നിർണയം എന്തായിരിക്കണം? They should believe and they should be sure that there is God, or the God exists, and He rewards for those who earnestly seek Him. അപ്പോൾ വളരെ ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ തീക്ഷ്ണതയോടെ എരിവോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം. നമ്മൾ അല്ലാതെ അന്വേഷിക്കല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ഗേറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് വഴി ആൾക്കാരിങ്ങനെ പോകുമ്പോൾ എന്തുണ്ട് മോനെ വിശേഷമൊക്കെ, സുഖമായിട്ടിരിക്കുന്നു, പപ്പ എന്ത് ചെയ്യുക, പപ്പ വീട്ടിലുണ്ട്, വിളിക്കണോ? വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നവരുണ്ടല്ലേ. ചുമ്മാ പോയ വഴിക്കൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ അതല്ല. പക്ഷെ ഏണസ്റ്റ്ലി ആരാണോ തീക്ഷ്ണതയോടെ എരിവോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ആ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ഇപ്പം എന്താണ് ആ വിശ്വാസം? ഇതാണ് വിശ്വാസം. അല്ലെങ്കിൽ ഈ കാര്യത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇനി വേറൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന വിശ്വാസം ഉണ്ടോ? ആ വിശ്വാസം അതിന് എത്ര ആഴമുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ ഹൗ ഡീപ്പ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ഇനിയുള്ളതും കൂടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടെ നമുക്ക് തരാതിരിക്കുമോ? അപ്പം ദൈവത്തിൻ്റെ പുത്രനെ വിലയായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. അതായത് ഞാൻ ഒരു സംഗതി വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു $100 ഒരു സാധനം വാങ്ങണമെങ്കിൽ ആ $100 വാല്യൂ ഞാൻ അതിന് കൽപ്പിക്കും അല്ലേ. ഞാൻ $100 കൊടുത്തിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന ഒരു സാധനം, അതിന് എന്താ പറയുക, അതിൻ്റെ വാല്യൂ എത്രയാണ്? അതിന് $100 ഞാൻ അതിന് കൊടുക്കുന്നൊരു വാല്യൂ, അല്ലെങ്കിൽ അല്ലേ, ഞാൻ കൊടുത്തിരിക്കുന്ന അങ്ങോട്ട് കൊടുത്ത പ്രൈസിനുള്ള വാല്യൂ ആണ് ഞാൻ അതിന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു വന്നു. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത ദൈവം അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നത്? സ്വന്തം പുത്രനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ആയിരിക്കും അല്ലേ? ആ ഒരു ഉറപ്പുണ്ടോ നമുക്ക്? അത്രയും ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ ദൈവം അതുപോലെ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെപ്പറ്റി അറിയേണ്ട കാര്യമുണ്ടോ? അല്ലേ? നമ്മുടെ ഭാവിയെപ്പറ്റി, നമ്മുടെ ജീവിതത്തെപ്പറ്റി, എങ്ങനെ ഇനി നാളെ എന്നതിനെപ്പറ്റി നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ? കാരണം എന്തുവാ, ദൈവം നമ്മളെ അതുപോലെ സ്നേഹിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മെ സ്നേഹിച്ചാൽ, പരിമിതിയുള്ള ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ള മനുഷ്യൻ നമ്മളെ സ്നേഹിക്കുന്ന പോലെയാണോ ദൈവം നമ്മെ സ്നേഹിച്ചാൽ അതിൻ്റെ റിസൾട്ട്? അത് അൺലിമിറ്റഡ് ആണല്ലേ. അതായത് ദൈവം സർവശക്തനാണ്. അപ്പോൾ സർവശക്തനായൊരു ദൈവം നമ്മെ സ്നേഹിക്കാനുള്ളപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കാണും. അവർക്കൊക്കെ പരിമിതികളുള്ള, നമ്മളെപ്പോലെ തന്നെ പരിമിതികളുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ലിമിറ്റേഷൻസ് ഉള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് കൂട്ടുകാരായിട്ടുണ്ട്. അവർക്കൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലേ, ഒരു പരിധിയുണ്ട്. പക്ഷേ ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും പരിധിയുണ്ടോ? പരിധിയില്ല. അപ്പം അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നെങ്കിൽ, ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ഈ പരിധിയില്ലാത്ത ദൈവം നമുക്ക് വേണ്ടി പരിധിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടോ? അതുണ്ടായിരിക്കണം അല്ലേ. അതാണ് ദൈവം നമ്മളെന്ന് ആഗ്രഹിക്കുന്നൊരു വിശ്വാസം. അപ്പം ഞാൻ പറഞ്ഞു, ദൈവം
നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞു തരുന്നൊരു കാര്യം മനസ്സിലായി. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പം ഇത്രേ ആഴത്തിൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് പറഞ്ഞാട്ടെ, സ്നേഹിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ എത്ര ഡീപ്പാണ് നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം? ഇനി അങ്ങനെ ഒരു സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് വന്നതുപോലെ ആയിരിക്കുമോ നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്? അല്ലെങ്കിൽ ഇന്ന് വന്നതുപോലൊരു പ്രിപ്പറേഷൻ ആയിരിക്കുമോ ദൈവസന്നിധി കടന്നു വരുമ്പോൾ നമുക്കുണ്ടാവുക? അല്ലെങ്കിൽ ഓരോ ദിവസവും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കുള്ള ഡെപ്ത് അല്ലെങ്കിൽ ആ ക്ലോസ്നെസ് ഇന്നുള്ളതുപോലെ ആയിരിക്കുമോ? അല്ലെങ്കിൽ ആയതിനാൽ മതിയോ? അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വചനം? അപ്പോൾ ദൈവം സ്നേഹിക്കുന്നവരുണ്ട്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരും ഉണ്ടല്ലേ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആൻഡ് വി നോ ദാറ്റ് ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക്സ് ഫോർ ദ ഗുഡ് ഓഫ് ദോസ് ഹു ലവ് ഹിം ഹു ഹാവ് ബീൻ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ഇംഗ്ലീഷിലെ പിള്ളേർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഇനി അടുത്തൊരു പടിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. അപ്പോൾ അവിടെ സർവ്വവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും അല്ല. ആർക്കാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഇനി വേറൊരു കാര്യം കൂടെ ദൈവവചനം കൊരിന്ത്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. However, as it is written, what no eye has seen, what no ear has heard, and what no human mind has conceived, the things God has prepared for those who love him. നിങ്ങൾ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദൈവത്തെ നാം സ്നേഹിച്ചാൽ, കർത്താവിനെ നമ്മൾ സ്നേഹിച്ചാൽ, അനുസരിച്ചാൽ, കർത്താവിനെ നാം സ്നേഹിച്ച് ഫോളോ ചെയ്താൽ, ഇഫ് യു ലവ് ഗോഡ് മോർ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദിസ് വേൾഡ്, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹി ഹാസ് കെപ്റ്റ് സംതിങ് സ്പെഷ്യലി ഫോർ യു വിച്ച് നോ വൺ ഹാസ് എവർ തോട്ട് ഓർ സീൻ ഓർ ഹിയർഡ്. മനസ്സിലായോ? ഒരു മനുഷ്യർക്കും അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ ആയിരിക്കും, പഠിച്ച എവിടെയൊക്കെ എത്തുമായിരിക്കാം, ഇത്രയ്ക്ക് നമ്മൾ കാണത്തുള്ളൂ. പക്ഷേ ദൈവം ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ആരെ? ദൈവത്തെ സ്നേഹിക്കുന്നു. നമ്മൾ തിരിഞ്ഞു പോകരുത്. ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത സംതിങ് സ്പെഷ്യൽ വേറെ ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു കണ്ണും കണ്ടിട്ടില്ല. അതായത് നിന്നെപ്പറ്റി, നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിക്കുന്നവളാണെങ്കിൽ, നിന്റെ ഭാവിയെപ്പറ്റി ലോകത്ത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത കാര്യത്തിൽ കരുതാൻ ദൈവത്തിന് കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ നിനക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. പക്ഷെ എന്ത് വേണം? നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ലോകത്തിൽ മറ്റെന്തിനേക്കാളും ദൈവത്തോടുള്ള സ്നേഹം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നടന്നൊരു കാര്യമില്ല. അതിനപ്പുറമായിട്ട് ദൈവത്തോടൊരു സ്നേഹം ഉണ്ടായിരിക്കണം. ആ ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്നേഹമല്ല. നമ്മെ വീണ്ടെടുത്ത സ്വന്തം പുത്രനെ കാൽവരിയിൽ യാഗമായി കൊടുത്ത് ആ കഷ്ടത അനുഭവിച്ച് ക്രൂര പീഡനങ്ങൾ ഏറ്റ് നമുക്ക് വേണ്ടി ഭൂമിയിൽ ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു പരിധിക്കുള്ളിൽ താഴാൻ തയ്യാറാവുമോ? നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ആരുടെയും പോയി കാല് പിടിക്കാൻ നമ്മൾ തയ്യാറാവും? ഒരു പരിധിക്കുള്ളിൽ നമ്മുടെ ഡിഗ്നിറ്റി ഒന്നും വിട്ടിട്ടുള്ള കളിയൊന്നും നമ്മൾ കളിക്കത്തില്ല അല്ലേ. ഒരു പരിധിക്കുള്ളിലൊന്നും ആരുടെ മുമ്പിലും താഴെ പോയി ചിലപ്പോൾ റിക്വസ്റ്റ് ഒക്കെ ചെയ്യുമായിരിക്കും, റെക്കമെൻഡ് ചെയ്യും, ഡിമാൻഡ് ചെയ്യും. പക്ഷേ ഒരുത്തൻ്റെയും കാല് പിടിച്ചിട്ട് കൈയും കാലം പിടിച്ച്, പക്ഷേ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു സ്വന്തം മഹത്വം സ്വർഗത്തിൽ വെച്ചേച്ചിട്ട് ഭൂമിയിൽ വെറും ഒരു കൃമിയായിട്ട്, ഒരു എന്താ പറയുക, കൃമിയായ മനുഷ്യൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നിട്ട് ആ മഹത്വം വിട്ടെറിഞ്ഞിട്ട് ദൈവം, നമ്മൾ ചിന്തിക്കുന്ന, നമുക്ക് ആ ദൈവത്തിൻ്റെ ദൈവത്വം ഒന്നൊന്ന് ചിന്തിച്ചാൽ, നമുക്ക് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഭരിച്ച് പരിപാലിക്കുന്ന ശൂന്യതയിൽ സകലത്തെയും എന്താ പറയുക, ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയ ദൈവത്തെ, ആ ദൈവമാണ് ഭൂമിയിൽ വെറും മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ ജീവിച്ചത്. ആ ദൈവമാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നത്, നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തത്, നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്നത്. അങ്ങനെ ഊറ്റിത്തരാൻ മാത്രം താഴ്മയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ നമുക്ക് അതുകൊണ്ടായിരിക്കണം സ്നേഹിക്കുന്നത്, അല്ലാതെ നമുക്കിവിടെ എന്തെങ്കിലും തന്നുകൊണ്ടല്ല. നമുക്കിവിടെ നല്ല കാറോ വീടോ ഒക്കെ ദൈവം, നമ്മൾ ഇതില്ലാത്തവർക്കും ഉണ്ട് ഇതൊക്കെ. പക്ഷേ അതുകൊണ്ടല്ല നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്. അതിനപ്പുറമായിട്ട് നമ്മളെ ദൈവരാജ്യത്തിൻ്റെ മക്കളാക്കി തീർത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തത് കൊണ്ട്, ക്രിസ്തുവിന് കൂട്ടവകാശികളാക്കി തീർത്തത് കൊണ്ട്
നാം ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഭൂമി നമുക്ക് കിട്ടിയതൊക്കെ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. പക്ഷെ ദൈവത്തെ സ്നേഹിക്കേണ്ടത് നമുക്ക് കാറ് കിട്ടിയതുകൊണ്ടോ വീട് കിട്ടിയോണ്ടല്ല. ദൈവത്തെ സ്നേഹിക്കേണ്ടത് നമ്മെ ഒന്നുമല്ലായ്മയിൽ നിന്ന് നിത്യനരകത്തിൽ. ഞാൻ ചോദിക്കും, ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാൻ ചിന്തിച്ചു വന്നൊന്നല്ല പറഞ്ഞു വരുന്നത്. ദൈവം ഭൂമി മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ കുറച്ച് കഴിഞ്ഞിട്ട് ദൈവത്തിൽ നിന്നകന്ന് പാപമൊക്കെ ചെയ്ത് സകല വൃത്തികേടും ചെയ്തിട്ട് അവൻ ജീവിക്കുകയാണ്. ദൈവത്തിന് വേണമെങ്കിൽ അവൻ പോയി പണി നോക്കട്ടെ എന്ന് ചിന്തിച്ചു. നമ്മളങ്ങനെയല്ലേ ചിന്തിക്കുക, അല്ലേ? നമ്മളങ്ങനെയല്ലേ ചിന്തിക്കുക? അവൻ വേണേൽ പോയി പണി നോക്കട്ടെ, അവൻ വേണമെങ്കിൽ അനുസരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കി പോവാം എന്ന് ചിന്തിക്കേണ്ടതിന് പകരം ദൈവം തൻ്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവനെ വീണ്ടെടുക്കേണ്ടതിന്. കാരണം ദൈവത്തിന് നീതിമാനായതുകൊണ്ട് ദൈവത്തിന് നീതിപൂർവമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ നീതി നിവർത്തിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പുത്രൻ യാഗമായി നമുക്ക് വേണ്ടി കാൽവരിയിൽ തീർന്നെങ്കിൽ അതുകൊണ്ടായിരിക്കണം നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്. നമ്മെ ഒരുമ്പറമ്പിൽ നിന്ന് വിളിച്ചെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തത് കൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് കോംപ്ലിമെൻ്ററിയാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയും കരുണയും മാത്രമാണ്. പക്ഷേ അതിലപ്പുറമായിട്ട് സ്വന്തം പ്രാണനാണ് കർത്താവ് നമുക്ക് വേണ്ടി വെച്ച് തന്നത്. ഇനി ഞാൻ ചോദിക്കാം, നമുക്ക് തുടർന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ ലോകത്ത് നാം കർത്താവിന് വേണ്ടി എന്തുമാത്രം ചിന്തിക്കും? ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വിചാരിക്കുന്നു. യഹോവ തൻ്റെ ഭക്തന്മാരെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി വിചാരിക്കുന്നു. പറഞ്ഞാൽ വിചാരിക്കുന്നത് പ്ലാൻ ചെയ്യുന്നു അല്ല, അതാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞാൽ ഹി പ്രിപ്പയേഴ്സ് അല്ലെങ്കിൽ ഹി പ്ലാൻസ് ഫോർ ഹിസ് പീപ്പിൾ, അല്ലെങ്കിൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി യഹോവ അവർക്ക് വേണ്ടി വിചാരം കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ അപ്പനും അമ്മയൊക്കെ ആയിക്കഴിഞ്ഞ സമയത്ത്, നമ്മൾ അപ്പനും അമ്മയൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മളിതൊന്നും ചിന്തിക്കത്തില്ല. പക്ഷെ നമ്മൾക്ക് മക്കളൊക്കെ ആയിക്കഴിഞ്ഞ സമയത്ത് നമ്മൾ ഈ മക്കളെ പറ്റി ചിന്തിക്കാറുണ്ടോ? ഇവരെ ഒന്ന് പഠിപ്പിക്കണം, ഇവരെ എന്താ പറയുക, നല്ല കോളേജിൽ വിടണം, നല്ല ഡ്രസ്സ് കൊടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ഭാവി അവർക്ക് ഉണ്ടാകണം, അവർ എന്തൊക്കെ കോഴ്സുകൾ പഠിപ്പിച്ചാൽ കൊള്ളാം, അല്ലേ? പിന്നെ അവർക്ക് എങ്ങനെ അവർക്ക് നല്ലൊരു കല്യാണം നടത്താം, അതുപോലെ അവരുടെ ഭാവി എവിടെ വിട്ട് പഠിപ്പിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ചിന്തിക്കാറുണ്ട്, അല്ലേ? ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ യഹോവ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വിചാരം കൊള്ളുന്നു. നമുക്ക് വേണ്ടി വിചാരം കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന, നമുക്ക് വേണ്ടി ആ ചിന്തിച്ച കാര്യം ദൈവം പ്രിപ്പയർ ചെയ്യും. ദൈവം പ്ലാൻ ചെയ്ത് ദൈവത്തിന് എക്സിക്യൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന് എക്സിക്യൂട്ട് ചെയ്യാൻ ഈസിയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ നടക്കാതെ വന്നേക്കും. പക്ഷേ ദൈവത്തിന് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഇഫ് ഹി പ്ലാൻസ് ഫോർ യു, ഹി ക്യാൻ ഈസിലി എക്സിക്യൂട്ട് ഫോർ യു. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ദോസ് ഹു ഏണസ്റ്റ്ലി സീക്ക് ഹിം വിൽ ബി റിവാർഡഡ് ബൈ ഹിം. അവിടെ എങ്ങനെ നമ്മൾ അന്വേഷിക്കണം? ദൈവത്തെ ഏണസ്റ്റ്ലി അന്വേഷിക്കണം. പിന്നെ എങ്ങനെ എന്ത് ചെയ്യണം? നാം ദൈവത്തെ സ്നേഹിക്കണം. ദൈവം നമ്മെ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ അത് ഗ്രാൻഡായിട്ട് എടുത്ത് കോമൺ ലൈഫ് നയിക്കുന്ന എല്ലാ വിശ്വാസികളെയും പോലെ ആവാൻ വേണമെങ്കിൽ, എന്നാൽ അതിലപ്പുറമായിട്ട് ദൈവത്തെ സ്നേഹിച്ച് എനിക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവരെയാണ് ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യത്യാസമുണ്ടോ? ദൈവം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ തന്നെ പക്ഷപാതം കാണിക്കില്ല എന്ന് പറയും. പക്ഷപാതം കാണിക്കില്ല എന്ന് പറയുന്നത് ഒരാൾ രണ്ടുപേരും ഒരേ തെറ്റ് ചെയ്താൽ രണ്ടുപേരും രണ്ട് രീതിയിൽ കാണത്തില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരാളെ കൂടുതൽ സ്നേഹിക്കില്ലെന്നോ ദൈവം കുറച്ച് സ്നേഹിക്കില്ലെന്നോ അല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ശലോമോൻ ഉണ്ടായ സമയത്ത് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ, ശലോമോൻ ഉണ്ടായ ദൈവം ശിശുവിനെ സ്നേഹിച്ചിട്ട് യഹോവ അവന് ജദീദിയ എന്ന് പേർ വിളിച്ചു. ആ ജദീദിയ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയുടെ പ്രിയൻ, ദൈവത്തിൻ്റെ പ്രിയനായവൻ എന്നുള്ളതാണ്. അതായത് ബിലവഡ് ഓഫ് ഗോഡ്, അതാണ് ജദീദിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ദാവീദോ അവനെ ശലോമോൻ എന്ന് പേർ വിളിച്ചു. അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. അപ്പം ദൈവം ചിലരെ അങ്ങ് സ്നേഹിക്കും. അത് ഈ ദാവീദിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ 7 പേര് വിളിച്ചുകൊണ്ട് വന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, നമ്മുടെ ഡെഡിക്കേഷൻ്റെ സമയത്ത് മെസ്സേജ് കേട്ടതാണ്. ഈ 7 പേര് മുന്നിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യം എന്തുവാ? ഇവരെ ഇതൊന്നുമല്ല, നീ മനുഷ്യൻ നോക്കുന്നില്ല, പൊക്കം മണ്ണൊന്നും നോക്കണ്ട, നീ ഇതൊന്നുമല്ല കാര്യം. അപ്പോൾ ദൈവം സ്നേഹിക്കുന്ന വേറൊരുത്തൻ കാട്ടിലിരിപ്പുണ്ട്, അല്ലേ? കാട്ടിൽ ആടിനെ നോക്കുന്നുണ്ട്, നമ്മൾ പുറമെ നോക്കുന്ന പോലെയല്ല. പക്ഷെ ദൈവം സ്നേഹിച്ച ആ വ്യക്തിയെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? അവനെ വിളിച്ചുകൊണ്ടിരുമ്പോൾ പറയുന്നുണ്ട്, ദാവീദോ അവന് എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരുവനാണ്, അല്ലേ? എന്നിട്ട് പറയുന്നത് അവൻ എൻ്റെ ഇഷ്ടമൊക്കെ നിവർത്തിക്കും. അപ്പം ദൈവം സ്നേഹിക്കുന്ന ചിലരുണ്ട്, അതിന് ചില കാരണങ്ങളുമുണ്ട്. നമുക്ക് ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 2 സാമുവേൽ ചാപ്റ്റർ 1 ഒന്ന് എടുക്കാം നമുക്ക്. അവിടെ 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. യഹോവയെ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. അവിടെ 2 സാമുവേൽ
ചാപ്റ്റർ 1 വേഴ്സ് 19 അതിൻ്റെ ലാസ്റ്റ് പാട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദിസ് ഡിഗ്രി സോവറിൻ ലോർഡ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ ഫോർ ഹ്യൂമൻ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്ന ഭാഗം നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഇത് മനുഷ്യർക്ക് ഒരു ഉപദേശമല്ലോ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം? അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പറഞ്ഞിരിക്കുന്ന ആ ചാപ്റ്ററിൻ്റെ തന്നെ 7:19 കേട്ടോ. 7:19 ആണ്, ഒന്നല്ല 7. 2 സാമുവൽ 7:19 എടുത്ത് നോക്കിയോ? അതെ, അവിടെ ദാവീദിനോട് പറഞ്ഞ് യഹോവ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട് അതിനകത്ത്. ഒരു ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്ന മലയാളത്തിൽ ഇത് പറഞ്ഞ യഹോവേ ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ, മലയാളം വായിക്കുന്നവർക്ക്. ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ദിസ് ഡിഗ്രി സോവറിൻ ലോർഡ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ ഫോർ ഹ്യൂമൻ ബീയിങ്. എന്താണ് ഈ ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ എന്താണ് ഒരു ഉപദേശമായിട്ട് അവിടെ ദാവീദ് വിളിച്ച് പറയുന്നത്, ദൈവമുമ്പാകെ ചെന്നിട്ട് പറയുന്നത്? ആ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ 1, 2, 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. യഹോവ വായിച്ചോ. അവിടെ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, ദാവീദിൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളെല്ലാം ഒതുക്കിയ ശേഷം അവന് ദൈവം സ്വസ്ഥത നൽകി. അവൻ വളരെ സമാധാനത്തോടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കി, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായി, അവന് ലൈഫിലൊന്ന് സെറ്റിലായി. കാരണം ഈ ദാവീദിൻ്റെ തലയിൽ അഭിഷേകം വീണ അന്ന് തുടങ്ങിയിട്ടുള്ള ഓട്ടമാണ്. ഈ ദാവീദ് കാട്ടിൽ കുറേ കാലം അലഞ്ഞു, കടുവയും പുലിയും ഒക്കെ വന്നു, അതിനെയൊക്കെ തോൽപ്പിച്ച് ഒരു വിധത്തിൽ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കഴിഞ്ഞ സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗോലിയാത്തിന് മുമ്പിൽ ചെന്ന് വിടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സ്ലിംഗ് ഷോട്ടുമായിട്ട് പുള്ളിക്കാരൻ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഗോലിയാത്ത് തലയൊന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ, അങ്ങോട്ടും അപ്പുറം ഇപ്പുറം നോക്കിയിരുന്നെങ്കിൽ അത് തെറ്റിപ്പോയേനെ. പിന്നെ ഗോലിയാത്തിൻ്റെ കയ്യിൽ ദാവീദിനെ കിട്ടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ അവിടെ അവൻ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി, കാരണം അവിടെ പിന്നെ ഈ പരിച്ഛേദനക്കാരനായിരിക്കുന്ന ഒരുത്തൻ അഗ്രചർമ്മിയായിരിക്കുന്ന ഫെലിസ്തീൻ ദൈവത്തിൻ്റെ ജനത്തെ നിന്ദിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നവൻ. പക്ഷേ അവൻ്റെ ആ വീര്യമുണ്ടല്ലോ, ആ വീര്യമാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാവരും പിന്മാറി ഓടുന്ന സമയത്ത് ഇവൻ ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി നിന്നു. ആ ദൈവജനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ ദൈവ രാജ്യത്തിന് വേണ്ടി നിന്നത് കൊണ്ട് ദൈവം അവനെ സ്നേഹിച്ചു. അവനെ പിന്നീട് അവൻ്റെ ആ രാജ്യത്വത്തിലേക്കുള്ള പ്രവേശം അതും അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. കാരണം ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു, ഒരുപാട് ഓടി അലഞ്ഞും കരഞ്ഞും തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെയാണ് കക്ഷി ഈ അവസാനം ഇതിലെത്തുന്നത്. അതിനുവേണ്ടി പ്രത്യേകം അവനൊന്നും ചെയ്തില്ല, രാജാവാകാൻ വേണ്ടി ആരും ഒന്നും ചെയ്തുമില്ല. പക്ഷെ ദൈവം അവൻ്റെ മേൽ വെച്ചിരിക്കുന്ന കോളിംഗ് അതിൻ്റെ സമയത്ത് നിവർത്തിച്ചു. പക്ഷേ അവൻ ഒരുപാട് കഷ്ടത്തിൽ കൂടി, ഒരുപാട് യുദ്ധങ്ങളിൽ കൂടി കടന്നുപോയി. ഇനി രാജാവായ ശേഷവും പിന്നീടും യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് യുദ്ധങ്ങളുണ്ടായി. നമ്മൾ ഒരുപാട് യുദ്ധം ചെയ്തല്ലേ അവിടെ കാൽഗരി വരെ എത്തിയതല്ലേ? ഏതൊക്കെ വഴികളിൽ പോയി യുദ്ധമൊക്കെ ചെയ്തു, എവിടെ നിന്നെല്ലാം യുദ്ധം ചെയ്തു. ഞാൻ വയനാട്ടിൽ നിന്ന് തുടങ്ങി കോഴിക്കോട് പോയി യുദ്ധം ചെയ്തു, എറണാകുളത്ത് പോയി യുദ്ധം ചെയ്തു, അവിടുന്ന് പിന്നെ കുവൈറ്റിൽ പോയി കുറേ നാൾ യുദ്ധം ചെയ്തു, അവിടുന്ന് ഇവിടെ വന്ന് ലോബിലേക്ക് കിടന്ന് കുറേ നാൾ യുദ്ധം ചെയ്തു. അവസാനം നമ്മളിങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലൊക്കെ പോയി യുദ്ധം ചെയ്തും ഗൾഫിലും അവിടെയൊക്കെ പോയി യുദ്ധം ചെയ്ത് അവസാനം ഇവിടെ വരെ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്വസ്ഥതയുടെ കാലം ദൈവം തന്ന സമയത്ത് ഈ ദാവീദ് ചിന്തിക്കുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? ദാവീദ് തൊട്ടടുത്ത വാക്യത്തിലേക്ക് ഒന്ന് വായിച്ചു. അവിടെന്താ പറഞ്ഞേ? ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള, ഹീരാം രാജാവ് ഒരു നല്ല കൊട്ടാരമൊക്കെ സിഡാറ് കൊണ്ട് പണിത് കൊടുത്തു. അതൊക്കെ നല്ല കൊട്ടാരത്തിൽ നല്ല കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എയർ കണ്ടീഷനൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല സുഖമായിട്ട്. യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, സ്വസ്ഥതയായി, പരീക്ഷയൊക്കെ പാസ്സായി, ജോലിയൊക്കെ ആയി, കാര്യങ്ങളൊക്കെ ആയി, വരുമാനമൊക്കെ ആയി, വീടൊക്കെ വാങ്ങി ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദാവീദിനൊരു ചിന്ത. എന്തുവാ? യഹോവേ, ഇത് യഹോവയുടെ പെട്ടകം തിരശീലയ്ക്കകത്തിരിക്കുന്നു, ഞാനോ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു. അപ്പോൾ നാഥാൻ പറയാണ്, നീ ഒരു കാര്യം ധൈര്യമായിട്ട് എല്ലാ കാര്യം. ഇപ്പോൾ ആ അർത്ഥം എന്ന് വെച്ചിട്ട് ഒരു പ്രവചനമായിട്ടല്ല നാഥാൻ പറയുന്നത്. ഇപ്പോൾ പിള്ളേർ പറയും ഞാൻ ട്രാക്ട് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് കൊടുത്തോളാൻ പറയും അല്ലേ? ആ ഒരു പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞത്, ധൈര്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ അടുത്ത വാക്യം പിന്നീട് ദൈവത്തിൻ്റെ ആലോചന ദാവീദിനോട് ഇടപെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത തന്നിട്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ദൈവം ഇത്രയൊക്കെ ചെയ്തു തന്നു, ഞാൻ എൻ്റെ കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു സ്റ്റെപ്പ് കൂടി കർത്താവിന് വേണ്ടി, 1 more step for God എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കർത്താവെ, എന്നെ ഇത്രയും നീ അനുഗ്രഹിച്ചല്ലോ,
ഞാൻ ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്ത് കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയും? ആ ദൈവത്തോട് ചോദിക്കും, നിന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഹൃദയത്തിൻ്റെ ആഴത്തിൽ നീ ദൈവത്തെ സ്നേഹിക്കും. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഇവിടെ ദാവീദിനോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അവിടെ തൊട്ട് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ദാവീദിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇത്രയും നാളും മരുഭൂമിയിൽ കൂടെയൊക്കെ നടന്ന സമയത്ത് ഞാൻ തിരശ്ശീലയ്ക്കകത്ത് അല്ലയോ വസിച്ചത്? ഇന്ന് വരെ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് എന്തുകൊണ്ടൊരു ആലയം പണിതിട്ടില്ല എന്ന് ദൈവം ചോദിക്കുകയാണ്. ഇതുവരെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ആലയം പണിയണം എന്നുള്ളത്. പക്ഷേ ഇത് പറഞ്ഞ് ദാവീദ് ഇത് ചിന്തിച്ചു. എന്നിട്ട് ദാവീദിനോട് ദൈവം പറയണം, നീ അത് പണിയണ്ട, പക്ഷെ നിന്റെ തലമുറകൾ ഒരാളെ കൊണ്ട് ഞാനത് പണിയിപ്പിക്കും എന്ന് പറയാണ്. ദാവീദിനെ കൊണ്ട് അത് പണിയിപ്പിച്ചില്ല ദൈവം. പക്ഷേ ദാവീദിനോട് ദൈവം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഭാഗം താഴേക്ക് വന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ദാവീദ് 9-ാം വാക്യം തുടർന്ന് വായിച്ചേ. അവിടെ ഒരു മിനിറ്റ്, ദൈവം എന്താ പറഞ്ഞത്? ദാവീദ് എന്താ ചിന്തിച്ചേ? ഏതായാലും എൻ്റെ ദൈവം എന്നെ ഇത്ര അനുഗ്രഹിച്ചു, ഇനി തിരശ്ശീലയ്ക്ക് അകത്തിരിക്കുന്ന പെട്ടകം സുരക്ഷിതമായ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റണം, ഒരു ദേവാലയം പണിയണം, എൻ്റെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി അതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എങ്ങനെ? ദൈവം ആവശ്യപ്പെട്ടില്ല, ലോകത്ത് ആരും അവനോട് അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ ഹീ ടുക്ക് വൺ സ്റ്റെപ്പ് എഹെഡ് ഫോർ ദ ലോർഡ്. മനസ്സിലായോ? ദൈവത്തിന് വേണ്ടി അവൻ ഒരു സ്റ്റെപ്പ് അധികം എടുത്ത് മുന്നോട്ട് നിന്നിട്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാനൊരു ആലയം പണിയും എന്ന് പറഞ്ഞ സമയത്ത് ദാവീദ് പണിതില്ല. പണിയുന്നതിന് മുമ്പ് ദൈവം അവനോട് കൊടുത്ത വാഗ്ദത്തം എന്താണെന്നറിയാവോ? അവിടെ പറഞ്ഞിരിക്കും, നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടി നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞിരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞ കാര്യമാണ്. എന്നിട്ട് പറയുകയാണ്, ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. കിങ് ഡേവിഡിനെ പോലെ അറിയപ്പെടുന്ന ഏത് രാജാവ് ലോകത്തുള്ളത്? അല്ലേ? കിങ് ഡേവിഡിനെ പോലെ പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും രാജാവ് ലോകത്തുണ്ടോ? അവിടെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ പറയുകയും, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിലകാതിരിക്കത്തക്കൊണ്ട് ഞാൻ അവരെ നടുകയും ചെയ്യും. അപ്പോൾ ആദ്യം ദാവീദിനെ കുറിച്ചൊരു അരുളപ്പാട് കൊടുത്തു. പിന്നീട് അവൻ മേയിക്കുന്ന അവൻ്റെ രാജ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അഷുറൻസ് കൊടുക്കുകയാണ്, ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി അടുത്തത്, പണ്ടത്തെ പോലെ എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെ ഇനി ദുഷ്ടന്മാരെ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും കീഴടക്കി നിനക്ക് സ്വസ്ഥത നൽകും. ആലോചിച്ച് നോക്കണം, ഒറ്റ കാര്യം മാത്രമേ ദാവീദ് ദൈവത്തിന് വേണ്ടി ചിന്തിച്ചുള്ളൂ, ഒരു ആലയം പണിയണം. രാജാവായിരിക്കുന്ന ദാവീദിന് ഒരു കെട്ടിടം പണിയുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല, കാരണം സാമ്പത്തികം വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ അവൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ദൈവത്തിന് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയം ദാവീദിനുണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയം ദാവീദിനുണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം ദാവീദിന് വേണ്ടി തുടിക്കുകയാണ്. അത് ഒരു സ്റ്റെപ്പല്ല, 2 സ്റ്റെപ്പല്ല, 3 സ്റ്റെപ്പല്ല. നമ്മൾ വായിച്ച് താഴേക്ക് വരുമ്പോൾ അത് കാണുന്നത്, ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കില്ല, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും കീഴടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗ്രഹം ഉണ്ടാക്കുമെന്ന് നിന്നോട് യഹോവ അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞു, ദൈവത്തിനൊരു ഗ്രഹം പണിയാൻ ദാവീദ് പ്ലാൻ ചെയ്തു. പക്ഷേ അപ്പം കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്കൊരു ഗ്രഹം പണിയും. മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവം സ്നേഹിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായോ? ദൈവം സ്നേഹിക്കുന്നവർ ഒരുപാടാണ്. ഇസ്രായേൽ ജനത്തെ മുഴുവൻ ദൈവം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ കോമൺ ആയിട്ട് അവരെ വിടുവിച്ചെടുത്തത്. പക്ഷേ ഇവിടെ വേറൊരു വ്യക്തി ദൈവത്തെ അങ്ങോട്ട് കയറി സ്നേഹിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആ തീക്ഷ്ണമായ താല്പര്യവും ആഗ്രഹവും അവൻ്റെ ഹൃദയത്തിൽ കിടന്നത് മനസ്സിലാക്കിയ ദൈവം അവനോട് പറയണം, നീ എനിക്ക് വേണ്ടി ഒരു ഗ്രഹം പണിയാൻ പ്ലാൻ ചെയ്തല്ലോ, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗ്രഹം പണിയും. എന്നിട്ട് അതിന് താഴേക്ക് പറയുന്നത് എന്തുവാ? നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തെങ്ങിയിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടി നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തും. അപ്പോൾ അവൻ്റെ വരുന്ന തലമുറകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് അടുത്തത് വെളിപ്പെടുന്നത്. പിന്നെ അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. പിന്നെ അവൻ എൻ്റെ നാമത്തിൻ്റെ ഒരു ആലയം പണിയും. ഇങ്ങനെ ദൈവത്തിനെ അനുഗ്രഹിച്ചിട്ട് പോരാ, മതിയാവുന്നില്ല അല്ലേ? അത്ര ഓരോ സ്റ്റെപ്പ് ദൈവം വീണ്ടും ഇവനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞ് ദൈവം ഇവന് ഒരുപാട് വാഗ്ദത്തങ്ങൾ കൊടുത്തു. അങ്ങനെ വാഗ്ദത്തങ്ങൾ കൊടുത്തു കഴിഞ്ഞ സമയത്ത് ദാവീദ് ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറയണം, എൻ്റെ കർത്താവേ, ഞാൻ ഇതൊന്നും അനുഭവിക്കാനോ ഇത്രയും വലിയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനോ എൻ്റെ തലമുറകൾ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെടാനോ എൻ്റെ ജീവിതത്തിൽ യാതൊരു നന്മയുമില്ല, ഞാൻ അതിന് യോഗ്യനല്ല ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വീണുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്, ഇത് മനുഷ്യർക്ക് ഒരു ഉപദേശമല്ലോ, ഇത് മനുഷ്യർക്ക് ഒരു
ഒരു ഒരു ഗൈഡൻസ് അല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, ഇത് ദൈവത്തിന് വേണ്ടി നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ തയ്യാറായാൽ, ദൈവം ആവശ്യപ്പെടാതെ തന്നെ എനിക്ക് എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഒരു കാര്യം നീ മുന്നിട്ടിറങ്ങി ചെയ്യാൻ തയ്യാറായാൽ, നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. നീ ദൈവത്തിന് ഗ്രഹം പണിതാൽ നിനക്ക് വേണ്ടി ഗ്രഹം പണിയുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്നുള്ളത്, ഇതാണ് ഒരു ഉപദേശം എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അവിടെ ദാവീദ് പറയാണ്, ഇത് മനുഷ്യർക്ക് ഒരു ഉപദേശമല്ലോ എന്ന് നമുക്ക് അവിടെ കാണുന്നു. ഇനി ഈ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു, ദാവീദ് ഈ വാഗ്ദത്തം കേട്ടു, ദൈവത്തിന് നന്ദി പറഞ്ഞു, വീണ് കിടന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദാവീദ് എന്നാ ഇനിയിപ്പോൾ ആലയം ഇനി മോൻ പണിതോളും എന്നും പറഞ്ഞ് കൈ കെട്ടിയിരുന്നോ? ഇല്ല. ദാവീദ് അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ അവൻ കൊച്ചു പയ്യനാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയം പണിക്ക് വേണ്ടി വട്ടം കൂട്ടും. വായിച്ചു നോക്കണം, ഭാഗം മുഴുവൻ വായിച്ചു. എന്നിട്ട് ദാവീദ് എന്ത് ചെയ്യുന്നറിയോ? ഹി പ്രിപ്പയർഡ് എവറിത്തിങ് ടു ബിൽഡ് എ ടെമ്പിൾ ഫോർ ഗോഡ്. എന്നിട്ട് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ശലോമോനെ പറഞ്ഞേൽപ്പിച്ചു മരിക്കുന്ന സമയത്ത്, ഇത് നിന്റെ ഉത്തരവാദിത്തമാണ്, ദൈവം നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്, നീ ഈ ടെമ്പിൾ പണിയണം മകനെ, ഇത് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഞാനത് പണിയണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ എന്നോട് ദൈവം പറഞ്ഞു വേണ്ട, പകരം നീ അത് പണിയും. എന്ന് വാഗ്ദത്തം ആ തലയിൽ പ്രാപിച്ച, അല്ലെങ്കിൽ വാഗ്ദത്തം പ്രാപിച്ച സോളമൻ ആ ടെമ്പിൾ പണിയാണ്. ആ പണിയാനായിട്ട് വളരെ ഉത്തരവാദിത്വത്തോടെ ദാവീദ് അവൻ്റെ കഷ്ടകാലത്തിൽ അവൻ സ്വരൂപിച്ചു വെച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന് നിങ്ങൾക്ക് തികഞ്ഞിട്ടൊരിക്കലും ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാ കാര്യം പൂർത്തീകരിച്ചിട്ട് ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കാമെന്ന് വിചാരിച്ച് വെറുതെ സമയം പാഴാക്കണ്ട. ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഇന്ന് ചെയ്താൽ ഇന്ന് പ്രാപിക്കാനുള്ള അനുഗ്രഹം ഇന്ന് കിട്ടും, നാളെ പ്രാപിക്കാനുള്ള ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടാകും. പക്ഷെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ നിലയിലുള്ള ഒരു പടി കടന്നുള്ളൊരു അനുഗ്രഹത്തിലേക്ക് നമുക്കും പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഇനി അങ്ങനെ ദാവീദ് ചെയ്യും. നമുക്ക് അടുത്ത ആളെ നോക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ നെഹമ്യ ചാപ്റ്റർ 1 വേഴ്സസ് 2-4 ഒന്ന് വായിച്ചേ. And when I heard these things, I sat down and wept. For some days I mourned and fasted and prayed before the God of heaven. അവിടെ നെഹമ്യാവ് ചെയ്യുന്നൊരു കാര്യം, നെഹമ്യാവ് ജോലി അറിയാമല്ലോ, പാനപാത്രവാഹകൻ അല്ലെങ്കിൽ കബ്ബേറാണ്. അഹശ്വേരോശ് രാജാവിൻ്റെ, സെർഷസ് രാജാവിൻ്റെ, അന്നത്തെ പാഴ്സി രാജാവായിരിക്കുന്ന ഒരു ചക്രവർത്തിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതായത് ചരിത്രം പറയുന്നു, രാജാക്കന്മാർ അന്നത്തെ കാലത്ത് വിഷം കൊടുത്ത് കൊല്ലാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചു നോക്കി അതിനുശേഷം രാജാവിന് കൊടുത്ത് അവരുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഈ രാജാവിൻ്റെ മുമ്പാകെ വിശ്വസ്തനായി ഈ സേവകൻ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്രത്തോളം ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്നതും അത്രത്തോളം ഹൈ റാങ്കിലുള്ളതും രാജാവിനോട് ഏറ്റവും ക്ലോസ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തരുന്ന, ഡെയിലി ഭക്ഷണം വിളമ്പിത്തരുന്ന ഒരു വീട്ടിലൊരു സെർവൻ്റ് ഉണ്ടെങ്കിൽ അത് തോട്ടത്തിൽ പണിയെടുക്കുന്നവരെ പോലെ ആയിരിക്കുമോ? അല്ല, വ്യത്യാസമുണ്ടല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ രാജാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നെഹമ്യാവ്, കൊട്ടാരത്തിൽ വസിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ വസിക്കുന്ന നെഹമ്യാവ് തൻ്റെ കസിനായിരിക്കുന്ന ഹനാനി തിരിച്ച് അവിടെ യെരുശലേമിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ പട്ടണമായിരിക്കുന്ന യെരുശലേമിൻ്റെ അവസ്ഥയെപ്പറ്റി ചോദിക്കുമ്പോൾ അവിടെ കിട്ടുന്ന റിപ്പോർട്ട് എന്തുവാ? പട്ടണം അതിലിടിഞ്ഞും ഗേറ്റ്സ് എല്ലാം തീ വെച്ച് ചുട്ടും കളഞ്ഞിരിക്കുന്നു. അതായത് ഒരു നാഥനില്ലാ കളരി പോലെ പട്ടണത്തിൻ്റെ അവസ്ഥയായിരിക്കുന്നു അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ. അതായത് തൻ്റെ സഹോദരന്മാരുടെ അവസ്ഥ വളരെ കഷ്ടത്തിലായിരിക്കുന്നു. അവർ മഹാകഷ്ടത്തിലും നാണക്കേടിലും നിന്നയിലും ജീവിക്കുന്നൊരവസ്ഥയിലാണ് എന്ന് നെഹമ്യാവ് കേട്ട സമയത്ത് നെഹമ്യാവ് എന്ത് ചെയ്തു? അയ്യോ, കഷ്ടമായി പോയി, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞ് അടുത്ത കപ്പെടുത്തോണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോയോ? ഇല്ല. നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പം ലോകത്ത് അങ്ങനെയൊക്കെ ഒരുപാട് കേൾക്കുന്ന, ഇപ്പം നമുക്ക് പരിമിതിയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കല്ലേ? ഒരു ജോലിക്കാരൻ അപ്പോൾ എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എനിക്കിപ്പോൾ മതിൽ പണിയാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കുമല്ലേ? നമ്മളെല്ലാവരും ഇത് തന്നെയാണ് ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നെഹമ്യാവ് എന്ത് ചെയ്യുന്നറിയാവോ? വചനം ശ്രദ്ധിച്ചാൽ അറിയാം, 4 മാസം
കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ അനുദപിച്ച് ഏറ്റുപറഞ്ഞു. പിതാക്കന്മാരുടെ അകൃത്യവും തൻ്റെ അകൃത്യവും എല്ലാം ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് 4 മാസത്തോളം പ്രാർത്ഥിച്ചെന്നാണ് ദൈവവചനം പറയുന്നത്. ആ മാസങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ അറിയാം. അങ്ങനെ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് രട്ടെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നെഹമ്യാവ് ഈ പറഞ്ഞ അവസാനം രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ രാജാവിന് കാര്യം മനസ്സിലായി. കാരണം എന്നും കാണുന്ന പോലല്ല ഇപ്പോഴത്തെ. നമുക്കും അറിയാമല്ലോ, നമുക്ക് ഒരാളുടെ മുഖം പാടിക്കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ രാജാവ് ഇവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റി? നിനക്ക് അസുഖമൊന്നുമില്ല. അപ്പം പിന്നെ ഇത് മനോവിഷമം തന്നെയാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നെഹമ്യാവ് പറയുകയാണ്, എൻ്റെ പിതാക്കന്മാരുടെ ഇരിക്കുന്ന പട്ടണം, എൻ്റെ പിതാക്കന്മാരുടെ ശവക്കല്ലറുള്ള പട്ടണം ഇടിഞ്ഞു കിടക്കുന്നു, മതിലെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു, തീ വെച്ച് ചുട്ട് കിടക്കുന്നു. ഞാൻ എങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് താമസിക്കും? എങ്ങനെ ഞാനിവിടെ സമാധാനത്തോടെ വസിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് രാജാവ് ചോദിക്കുകയാണ്. അങ്ങനെ രാജാവിൽ നിന്ന് പെർമിഷൻ വാങ്ങി ഈ പറഞ്ഞിരിക്കുന്ന പട്ടണം പണിയാനായിട്ട്, റീബിൽഡ് ചെയ്യാനായിട്ട് നെഹമ്യാവ് പുറപ്പെടുകയാണ്. അങ്ങനെ നെഹമ്യാവ് പുറപ്പെട്ടു. അങ്ങനെ രാജാവിനോട് പറഞ്ഞു, അവിടുന്ന് മെറ്റീരിയൽസ് എല്ലാം കിട്ടാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു, പടയാളികളൊക്കെ കൂട്ടി, സോൾജേഴ്സിനൊക്കെ കൂട്ടി. അങ്ങനെ ഈ പട്ടണം റീബിൽഡ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എതിർപ്പെല്ലാം ഉണ്ടായെങ്കിൽ പോലും അവിടെ ഉറച്ചു നിന്നുകൊണ്ട് നെഹമ്യാവ് പട്ടണം പണിയുകയാണ്. ആ പട്ടണത്തിൻ്റെ മതിലുകൾ, ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ പണിത് ആ പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അവനെ ദേശാധിപതിയായിട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അവൻ അവിടുത്തെ ഗവർണറായി മാറി. നെഹമ്യാവ് അവിടുത്തെ ഗവർണറായിട്ട് മാറി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ദേശാധിപതി എന്നാൽ ഗവർണറായിട്ട്, അജൂദയുടെ ഗവർണറായിട്ട് രാജാവ് അവനെ അപ്പോയിന്റ് ചെയ്തു. അവൻ അവിടുത്തെ പണിയെല്ലാം പൂർത്തീകരിച്ചു. അവൻ ആ ഉയർച്ച ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. അവിടെ ദൈവം അവനോട് നേരിട്ട് ഇടപെട്ട കാര്യമൊന്നും പറഞ്ഞില്ല, പക്ഷെ ദൈവം അവനോട് ചെയ്ത കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നിട്ടിറങ്ങാൻ ദൈവം ആവശ്യപ്പെട്ടോ ഇവനോട്? അല്ലെങ്കിൽ വന്ന ആരെങ്കിലും പറഞ്ഞോ നീ ജോലി രാജിവെച്ചിട്ട് അല്ലെങ്കിൽ അവധി എടുത്തിട്ട് പോയിട്ട് പട്ടണം പണിയാൻ പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷേ കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പട്ടണത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നിട്ടിറങ്ങി. അവൻ നഷ്ടം സഹിക്കാൻ തയ്യാറായി, അവന് കഷ്ടം സഹിക്കാൻ തയ്യാറായി. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നിട്ടിറങ്ങിയ സമയത്ത് ദൈവം അവനെ അനുഗ്രഹിച്ച് ഉയർത്തുകയാണ്. എന്താണ് അതിന് കാര്യം? അവന് വേണമെങ്കിൽ സ്വാർത്ഥനായിട്ട് അവൻ്റെ കാര്യം മാത്രം നോക്കി, അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കി വേണമെങ്കിൽ ഇരിക്കാം. പക്ഷേ അവൻ ദൈവജനത്തെപ്പറ്റി ഒരു കരുതലുള്ളവനായിരുന്നു. ദാവീദ് ദൈവത്തിൻ്റെ ആലയത്തെപ്പറ്റി കരുതി. ഇവിടെ നെഹമ്യാവ് ദൈവത്തിൻ്റെ പട്ടണത്തെപ്പറ്റി കരുതുന്നു. ദൈവത്തിൻ്റെ പട്ടണത്തിന് വേണ്ടി അവൻ അത് റീബിൽഡ് ചെയ്യാനായിട്ട് അവൻ ചെലവിടുന്നു. അവൻ ജോലിയിൽ നിന്ന് അവന് ശമ്പളം വാങ്ങാതെ അവിടെ പോയി ഈ 12 വർഷക്കാലം അവിടെ നിൽക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ അവൻ എന്താ പറയുക, ക്രമീകരിക്കുകയാണ്. ഇനി ഞാൻ പറയട്ടെ, ഈ പറഞ്ഞിരിക്കുന്ന ഇത് കാര്യം അസാധ്യം. 142 വർഷം ഇടിഞ്ഞു കിടന്ന മതിലാണ് 52 ദിവസം കൊണ്ട് നെഹമ്യാവ് പണിതെടുത്തത്. ഒരു മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം വളരെ നിസാരം ആയ നിലയിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് 142 വർഷം ഇടിഞ്ഞു കിടന്ന മതില്, കത്തിത്തീർന്ന മതില്, അത് റീബിൽഡ് ചെയ്യാൻ 52 ദിവസം മാത്രം ദൈവം അവനെ കൊണ്ട് ഉപയോഗിച്ചു. രാവും പകലും അവന് നിമിഷ നേരം കൊണ്ട് പണി കഴിപ്പിച്ചു. അവിടെ ആൾക്കാർ ചോദിച്ചു, കത്തിത്തീർന്നിരിക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് മതിൽ പണിയാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ അതിനേക്കാൾ ഉപരി അവർ പ്രതീക്ഷേനേക്കാൾ അപ്പുറമായിട്ട് വേഗത്തിൽ ആ മതിൽ പണി തീർത്തു. ആ തീർത്ത മുറയ്ക്ക് ദൈവം അവനെ അനുഗ്രഹിച്ചുയർത്തി അവിടുത്തെ ഗവർണറുമാക്കി. മനസ്സിലായോ? എന്തുകൊണ്ടാണത് പ്രാപിച്ചത്? ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നിട്ടിറങ്ങാൻ തയ്യാറായിരുന്നു, അല്ലേ? ദൈവരാജ്യത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ, ദൈവത്തെ സ്നേഹിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ. ഉന്തിത്തള്ളി മുന്നോട്ട് വെക്കുന്നുണ്ടല്ല, ആരുടെ നിർബന്ധം കൊണ്ടല്ല, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അവൻ പ്രതീക്ഷിച്ചോ ഒരു കബ്ബേറായിരുന്ന പുള്ളി ഒരിക്കലും ഗവർണറാവുമെന്ന് ചിന്തിച്ചില്ലല്ലേ? അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് കൊട്ടാരത്തിലിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ കാണുന്നു ഇവൻ ഗവർണറായി തീരുകയാണ്. ദൈവം അവനെ അനുഗ്രഹിച്ചു. ഇനി അവിടെ ചെന്നിട്ട് ഓക്കെ ഞാൻ ഗവർണറായി, ഇനി പാട്ടും പാടി ഇരിക്കാൻ ചിന്തിച്ചോ? ഇല്ല. അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? നമുക്കവിടെ കാണുന്നുണ്ട്, അവരാ പട്ടണം റീബിൽഡ് ചെയ്ത ശേഷം അവിടെ ഒരു വലിയ ഉണർവിലേക്ക് അവിടുത്തെ ജനത്തെ അവൻ വിളിച്ചു കൂട്ടി. അവരെ ആത്മീയമായിട്ടൊരു പുതിയ ഒരു റലത്തിലേക്ക് അവൻ കൊണ്ടുവരികയാണ്. അവരുടെ പാപങ്ങളെ ഓർപ്പിച്ച് അവർക്ക് ന്യായപ്രമാണങ്ങളെ പറഞ്ഞു കൊടുത്ത്, നമ്മുടെ എസ്രായുടെ പുസ്തകം നെഹമ്യായുടെ പുസ്തകം കമ്പൈൻ ചെയ്ത് പഠിക്കണം. അവിടെ അവർ കാണുന്നുണ്ട്, അവിടെ നമുക്ക് വലിയൊരു മാനസാന്തരത്തിലേക്ക് ഇവർ ജനത്തെ നയിക്കുകയാണ്. അവന് വേണമെങ്കിൽ സ്വന്തം കാര്യം നോക്കി ഇനി ഓക്കെ അവരെന്തെങ്കിലും ചെയ്യട്ടെ, ഏതായാലും മതിൽ പണി കഴിഞ്ഞെന്ന് പറഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയില്ല. പകരം ഇതിങ്ങനെ പോയാൽ പോരാ, എൻ്റെ സഭ ഇങ്ങനെ പോയാൽ പോരാ, എൻ്റെ ജനം ഇങ്ങനെ പോയാൽ പോരാ, ഒരു ഉണർവ് വേണം. അവർ ദൈവത്തോട് അടുക്കണം. അവരുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് അവർക്കൊരു മാനസാന്തരം ഉണ്ടായി അവർ ദൈവത്തോട് ചേർന്ന് നടക്കണം എന്നുള്ളൊരാഗ്രഹം നെഹമ്യാവിനുണ്ടായതുകൊണ്ട് അവരെ വിളിച്ചു ചേർത്ത് അവർക്ക് ന്യായപ്രമാണം ഉപദേശിച്ചു കൊടുത്തു. അതുകൂടാതെ അവരുടെയുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അവരെ പാവപ്പെട്ടവനും പണക്കാരും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ അവനത് ഇല്ലാതെയാക്കി. പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന, പണയമായി വാങ്ങി വെച്ചിരിക്കുന്നതൊക്കെ തിരിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചു. അവർ തമ്മിലൊരു രമ്യത ഉണ്ടാക്കി. അങ്ങനെ ആ ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും അവരൊരു പുതിയ കവനന്റിലേക്ക് അവരെ നയിക്കുവാനും ആയിട്ട് ആരെ ദൈവം ഉപയോഗിച്ചു?
നെഹമ്യാവിനെ ദൈവം ഉപയോഗിച്ചു. അതിനാരെങ്കിലും പറഞ്ഞിട്ടാണോ അത് ചെയ്തേ? ആരും പറഞ്ഞില്ല. ആരുടെയെങ്കിലും ദൂത് കേട്ടോ? ഒരു പ്രവാചകനുമെന്ന് പറഞ്ഞില്ല. പക്ഷേ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവജനത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ ഇഷ്ടപ്പെടുന്നുകൊണ്ട്, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്നുള്ള തീക്ഷ്ണമായൊരു താല്പര്യം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയം നെഹമ്യാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കാര്യം ചെയ്യാൻ ദൈവം അവനെ ഉപയോഗിച്ചത്. അസാധ്യമായൊരു കാര്യം ചുരുങ്ങിയ നാളുകൊണ്ട് പണിതെടുക്കുവാനും ഒരു രാജ്യത്തെ ജനത്തെ ദൈവത്തിങ്കിലേക്ക്, അവരുടെ മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നെഹമ്യാവിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് എന്ത് ചെയ്യണം? കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കിയിരിക്കണം. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഒരു സാഹചര്യം വന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ അതിലേക്ക് ചാടി വീഴാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു കോമൺ വ്യക്തിയെ പോലെ, ഒരു കോമൺ ബിലീവറെ പോലെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെയും പോകാം. പക്ഷേ ജീവിതത്തിലുണ്ടാകുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിന് നമ്മോടുള്ള കരുതലിൽ വ്യത്യാസമുണ്ടാകും. ഇനി നമുക്ക് ഒരാളെ കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ആ വാക്യങ്ങൾ അത് മെസ്സേജ് അവസാനിപ്പിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് എടുത്ത്. എസ്തേറിൻ്റെ പുസ്തകം എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അവിടെ സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി വെണ്ണീർ വാരി വിട്ടുകൊണ്ട് രട്ടെടുത്ത് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ കരഞ്ഞു. എന്ത് കേട്ടപ്പോഴാണ്? ഇസ്രായേൽ ജനത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഹാമാൻ രാജാവിനോട് കൂടെ ചേർന്ന് രണ്ടുപേരും കൂടെ പ്ലാനൊക്കെ ചെയ്ത് അതിൻ്റെ ഓർഡർ ഇട്ടു. ഇനി 13 മാസം കഴിയും. 13-ാം മാസം അടുത്ത എന്താ പറയുക, എല്ലാവരും കൊല്ലപ്പെടാനുള്ള കാര്യത്തിലേക്ക് കൽപ്പന പുറപ്പെടും. മഹാരാജാവിൻ്റെ കൽപ്പനയാണ്, അതിന് മാറ്റമില്ല. അപ്പോൾ ഇത് കേട്ട സമയത്ത് മൊർദെഖായി വസ്ത്രം വലിച്ചു കീറി തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് കരഞ്ഞു, അത്യുച്ചത്തിൽ കരഞ്ഞ് നിലവിളിക്കുകയാണ്. എന്തിനാ? മൊർദെഖായിക്ക് വേണമെങ്കിൽ എന്ത് ചിന്തിക്കാം? ഓ, എൻ്റെ മരുമോളാ രാജാവിൻ്റെ ഭാര്യ, എന്നെ ഒന്നും തൊടാൻ പോകുന്നില്ല. പിന്നെ ബാക്കിയുള്ള ഇപ്പം നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാൻ വിചാരിച്ചപ്പോൾ അതുപോലെ മാറ്റാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ മൊർദെഖായിക്ക് ചിന്തിക്കാമായിരുന്നു അല്ലേ? പക്ഷേ മൊർദെഖായി അതിന് പകരം എന്ത് ചെയ്തെന്നറിയാവോ? ഹീ ടുക്ക് വൺ മോർ സ്റ്റെപ്പ് അഹെഡ്. അവൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചു. എന്നിട്ട് മകളുടെ അടുത്ത് ചെന്നിട്ട്, മരുമകളുടെ അടുത്ത് ചെന്നിട്ട് പറയണം, മരുമകൾ ചിറ്റപ്പൻ്റെ മോള് അല്ല, ചിറ്റപ്പനാണല്ലോ, അപ്പോൾ ചേട്ടൻ്റെ മോളുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഇന്ന പോലെയാണ് കാര്യം. അപ്പം ഇവള് കുറേ ഉടുപ്പൊക്കെ കൊടുത്തു വിട്ടു, പക്ഷെ അതൊന്നും വേണ്ട, അതൊന്നും നല്ല കാര്യം, ഇന്ന പോലെയാണ് കാര്യം എന്ന് പറഞ്ഞപ്പം അവളും പറഞ്ഞു, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എന്നെ കഴിഞ്ഞ 30 ദിവസമായിട്ട് ഭർത്താവ് വിളിച്ചിട്ടില്ല. ഇങ്ങനെയുണ്ട് ഭർത്താക്കന്മാർ. അപ്പോൾ 30 ദിവസമായിട്ട് വിളിക്കാത്തൊരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നാൽ കാര്യം നടക്കും. പ്രത്യേകിച്ച് രാജാവ് കൽപ്പന ഇട്ടേക്കുന്ന കാര്യം. പക്ഷേ അവിടെ മൊർദെഖായി ഒരു കാര്യം പറയുന്നുണ്ട്, ഇഫ് യു റിമെയിൻ സൈലന്റ് അറ്റ് ദിസ് ടൈം, നിനക്ക് വേണമെങ്കിൽ സ്വാർത്ഥതയോടെ നിന്റെ കാര്യം നോക്കി നിനക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാം. പക്ഷേ നീ അങ്ങനെ ഇരുന്നാൽ ഇസ്രായേലിന് ദൈവം ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന രാജാവ് നാളെ രാവിലെ ജീവിച്ചിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അവൻ്റെ ശ്വാസം എടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിന് രക്ഷ മറ്റൊരിടത്തുനിന്ന് വരും, പക്ഷെ നീയും നിന്റെ പിതൃഭവനും എന്നേക്കും നശിച്ചു പോകും. മനസ്സിലായോ? അപ്പോൾ അവിടെ ഒരു ശക്തമായ താക്കീത് എസ്തേറിന് കൊടുത്തിട്ട് എസ്തേറിനെ ഒന്ന് ഉണർത്തുകയാണ് മൊർദെഖായി. അല്ലെങ്കിൽ മൊർദെഖായിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, അയ്യോ നീ കാര്യം അറിഞ്ഞായിരുന്നു, അപ്പം ഇനി കൊല്ലാൻ ആൾ വരുന്ന സമയത്ത് എന്നെ കൂടെ പറഞ്ഞോണം, ഞാനും കൊട്ടാരത്തിലേക്ക് കയറിയിരുന്നാൽ ആരും അറിയത്തില്ലല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. കുടുംബക്കാരെയൊക്കെ കൂട്ടി വീട്ടിൽ കയറിയിരിക്കാമായിരുന്നു. പക്ഷേ അതിന് പകരം എന്ത് പറഞ്ഞെന്നറിയാവോ? ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവർ 3 ദിവസം രാവും പകലും ഉറക്കിളച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും നിലവിളിച്ചും ദൈവസന്നിധിയിൽ ജാഗരിച്ചു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ എസ്തേർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞാൻ രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മനസ്സിലായോ? ഇഫ് ഐ ഡൈ, ഇഫ് ഐ പെരിഷ്, ഐ പെരിഷ്. ഞാൻ മരിച്ചാൽ മരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, എനിക്ക് ദൈവത്തിന് വേണ്ടി, എൻ്റെ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള അവളുടെ താല്പര്യത്തോടു കൂടി അവൾ അല്ലെങ്കിൽ മൊർദെഖായി അവർ രണ്ടുപേരും കൂടി ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്.
അങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് ആ കാര്യങ്ങൾ, പിന്നീടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇവർ മൊർദെഖായിയെ കൊല്ലാനായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കഴുമരം, 50 മുഴം ഉയരമുള്ള കഴുമരം പ്രിപ്പയർ ചെയ്തിരിക്കുക. അതെന്തിനാണെന്നറിയോ? 50 മുഴം ഉയരത്തിൽ പൊക്കി വെച്ചിരിക്കുന്ന കാര്യം മതിലിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ആൾക്കാർക്ക് ഇത് കാണണം. ചുറ്റുമുള്ള ആൾക്കാർ, അതായത് ഇവൻ തൂങ്ങിക്കിടക്കുന്നത്, ഇവൻ്റെ ഡെഡ് ബോഡി തൂങ്ങിക്കിടക്കുന്നത് പട്ടണത്തിലുള്ള ആൾക്കാർ മുഴുവൻ കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും ഉയരമുള്ള കഴുമരം, 50 മീറ്റർ ഉയരമുള്ള കഴുമരമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അവിടെയും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. സ്വർഗത്തിലെ ദൈവം ഇവനെ സാത്താൻ ഹാമാന്റെ ഹൃദയം കയ്യിലെടുത്തപ്പോൾ ദൈവം രാജാവിൻ്റെ ഹൃദയം കയ്യിലെടുത്തു. മനസ്സിലാവുന്നുണ്ടോ? രാത്രി പുള്ളിക്ക് ഉറക്കമുണ്ടായിരുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഡയറി എടുത്ത് വായിച്ച സമയത്ത് കഴിഞ്ഞ 6 വർഷത്തെ ഗ്യാപ്പുണ്ട്. ആലോചിച്ച് നോക്കണം. ഈ പറഞ്ഞിരിക്കുന്ന മൊർദെഖായി രാജാവിനെ രക്ഷിച്ച ശേഷം 6 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണത്. ചരിത്രം അങ്ങനെ പറയുന്നത്. അപ്പോൾ 6 വർഷം കഴിഞ്ഞിട്ട് ഈ രാജാവ് അന്ന് വരെ തുറക്കാത്ത ഡയറി എടുത്തൊന്ന് തുറന്നു നോക്കിയപ്പോൾ തൻ്റെ പ്രാണൻ രക്ഷിച്ച ഒരു വ്യക്തിയെ പറ്റി അവിടെ കാണുന്നു. അങ്ങനെ കാണുന്ന ഈ മൊർദെഖായിക്ക് എന്ത് പ്രതിഫലം കൊടുത്തു എന്ന് രാജാവ് ചിന്തിക്കുകയാണ്. അവിടെ ഈ ഔറോസാങ്കി എന്നുള്ളൊരു വേർഡാണ് ആക്ച്വലി അവിടെ ഉപയോഗിക്കുന്നത്. ഈ രാജാക്കന്മാരുടെ പ്രാണൻ രക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഔറോസാങ്കി എന്ന് പറയുന്നത്, അവരുടെ ലാംഗ്വേജിൽ പറയുന്നത്. ഈ ഔറോസാങ്കി അങ്ങനെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ രാജാവിനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉചിതമായി മാനിക്കണം എന്നുള്ള രാജനിയമമാണ്. പക്ഷെ somehow that didn't happen at that time. മനസ്സിലായത്? ക്രമീകരിച്ച് കഴിഞ്ഞ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന എസ്തറും മൊർദെഖായും ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവർ ഒരു ഗ്രൂപ്പായിട്ട് ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കഴിഞ്ഞ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ആദ്യം അയച്ചിരിക്കുന്ന ഡിഗ്രി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കൽപ്പന ഉണ്ടല്ലോ, ഈ കൽപ്പനയെ അസാധുവാക്കത്തക്ക രീതിയിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള കൽപ്പന ഇവർക്ക് ഫേവറബിളായിട്ട് അടുത്ത കൽപ്പന പുറപ്പെടുകയാണ്. അപ്പോൾ ആദ്യത്തെ കൽപ്പന ആരാ കൊണ്ടുപോയത്? അഞ്ചൽക്കാർ കൊണ്ടുപോയി. അതായത് ഈ പറഞ്ഞിരിക്കുന്ന മെസ്സഞ്ചേഴ്സ്, കഴുതപ്പുറത്ത് ഇവർ ഈ മെസ്സഞ്ചേഴ്സ് അവരെന്ത് ചെയ്താൽ അന്നത്തെ കാലത്ത് നമ്മുടെ ഈ തപാല് കൊണ്ടുപോകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അവർ കഴുതപ്പുറത്താണ് ഈ സാധനം കൊണ്ടുപോയി ഓരോ പട്ടണം കൊണ്ട് കുട്ടിക്കുന്നത്. പക്ഷേ ഇവിടെ ദൈവജനത്തിന് വേണ്ടി പുറപ്പെട്ട കൽപ്പന എങ്ങനെ പോയെന്നറിയാവോ? അത്യന്തം വേഗതയുള്ള രാജാവിൻ്റെ കുതിരപ്പുറത്ത്. അത് കഴുത ഓടി എത്തുന്നതിന് മുമ്പ് കൽപ്പന അങ്ങ് എത്തും. മനസ്സിലായി? നിന്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന പുറപ്പെടാൻ താമസിച്ചൊന്നും വിചാരിക്കേണ്ട. ദൈവത്തിൻ്റെ കൽപ്പന സമയത്ത് പുറപ്പെടും. അത് അത്യധികം വേഗത്തിൽ വെളിപ്പെടും. അത് കൃത്യസമയത്ത് വെളിപ്പെടും. അത് നീ ചിന്തിക്കുന്നതിനേക്കപ്പുറം വേഗത്തിൽ, നിന്റെ ശത്രുവിനേക്കാൾ അധികം വേഗത്തിൽ നിന്റെ കൽപ്പന, നിനക്ക് വേണ്ടി പുറപ്പെടുന്ന കൽപ്പന എക്സിക്യൂട്ട് ചെയ്യാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിന് വേണ്ടി ഒരു പടി കൂടി, കർത്താവേ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഇനി അങ്ങനെ ചിന്തിച്ച മൊർദെഖായി എന്തായി തീർന്നു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുന്നു മൊർദെഖായി അവന് ആരായി തീർന്നു? പ്രൈം മിനിസ്റ്ററായി തീർന്നു. രാജാവിന് രണ്ടാമനായി തീർന്നു. അല്ലേ? ഇവൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചു കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ദൈവജനത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച സമയത്ത് മൊർദെഖായി ഇത് പ്രതീക്ഷിച്ചിട്ടാണോ ചെയ്തത്? രാജാവിന് രണ്ടാമനാകുമെന്നോ, അല്ലെങ്കിൽ അവിടുത്തെ മിനിസ്റ്റർ ആകുമെന്നോ, പ്രിൻസ് ആകുമെന്നോ, അല്ലെങ്കിൽ മൊർദെഖായിയുടെ അല്ലെങ്കിൽ ഹാമാൻ്റെ കൊട്ടാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഈ പറഞ്ഞിരിക്കുന്ന മൊർദെഖായി ഇത് ചെയ്തത്? അല്ല, അവൻ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. ദൈവത്തോടുള്ള സ്നേഹമാണ്. പ്രതിഫലേച്ഛയില്ലാതെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്, സ്വാർത്ഥതയില്ലാതെ സ്വന്തം കാര്യം നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഇല്ലാതെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഇത് അവൻ്റെ കർത്തവ്യമായി കണ്ട ആത്മാർത്ഥതയോടെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞ സമയത്ത് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എല്ലാവരും അവനെ മറന്നു കളഞ്ഞ സമയത്ത് എന്നേക്കുമായി അവൻ തള്ളപ്പെട്ടെന്ന് ചിന്തിച്ചു പോയെങ്കിലും, പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉയർച്ച വരികയാണ്. അവൻ രാജാവിന് രണ്ടാമനായി തീർന്നു. പിന്നെ യഹൂദന്മാരിൽ വെച്ച് അവൻ മഹാനായി തീർന്നു പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഏറ്റവും ആ ജനത്തിന് വേണ്ടി അവൻ കരുതിയപ്പോൾ ആ ജനത്തിലെ ഏറ്റവും വലിയ പ്രമാണിയാക്കി ദൈവം അവനെ മാറ്റി. മനസ്സിലായോ? ഇവനെ വെറും ഒരു ഗേറ്റ് കീപ്പറാണ്. ഈ വെറും ഒരു ഗേറ്റ് കീപ്പറായിരുന്ന സ്ഥാനത്ത് അവൻ ആരോരും അറിയാതെ ദൈവത്തിന് വേണ്ടി നിന്നു, ദൈവരാജ്യത്തിന് വേണ്ടി നിന്നു, ദൈവജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നതുകൊണ്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ ജനത്തിലെ ഏറ്റവും പ്രമാണിയാക്കി ദൈവം ഇവനെ ഉയർത്തുകയാണ്. അവൻ യഹൂദന്മാരിൽ മഹാനായി തീർന്നു, സഹോദര സംഘത്തിന് ഇഷ്ടനായി തീർന്നു. അടുത്തത് പറയുന്നു സ്വജനത്തിന് ഗുണകാംക്ഷിയായിരുന്നവൻ, അതായത് സ്വന്തം ജനത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവനായിരുന്നു. മനസ്സിലായോ? അതായത് ഒരു ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവജനത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവനായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവരാജ്യത്തിൻ്റെ, ദൈവസഭയുടെ കൂട്ടു സഹോദരങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവനായിരിക്കും. അവർക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നവനായിരിക്കും. ഹി വിൽ ബി എൻ അഡ്വക്കേറ്റ് ഫോർ ദം. അവിടെ പറഞ്ഞിരിക്കുന്നത് സർവ്വവംശത്തിനും അനുകൂലവാദിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഹി വാസ് എൻ അഡ്വക്കേറ്റ് ഫോർ ഹിസ് പീപ്പിൾ.
അവന് എന്ത് വിഷയം വന്നോ അവിടെ സ്വന്തം ജനത്തിന് വേണ്ടി സംസാരിക്കാൻ നാവ് ഉയർത്താൻ അവന് മടിയില്ലായിരുന്നു. ഈ മൊർദെഖായിക്ക് യാതൊരു മടിയുമില്ലാതെ സ്വന്തം ജനത്തിന് വേണ്ടി അവൻ ഇടിവിൽ നിൽക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ, അവർക്ക് വേണ്ടി നാവ് ഉയർത്താൻ, എഴുന്നേറ്റ് നിൽക്കാൻ ഒരു മടിയും മൊർദെഖായി കാണിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? ദൈവം അവനെ ഏറ്റവും ഉയർത്തി. പക്ഷേ ഇതാരും അവനോട് ദൂത് പറഞ്ഞിട്ടല്ല ചെയ്തത്. നീ ഇത് ചെയ്താൽ ഞാനത് നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് ഒരു പ്രവചനവും അവനോടുള്ള ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി തുടിക്കുന്നൊരു ഹൃദയം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിച്ചു. ദൈവത്തിൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? അവനും അവൻ്റെ തലമുറകൾ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടു. അവൻ്റെ ജീവിതം അവൻ ചിന്തിക്കുന്ന ഒരു ഗേറ്റ് കീപ്പറുടെ സ്ഥാനത്ത് നിന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടൊന്ന് ഉയർത്തപ്പെട്ടു. അതിന് കാരണം എന്താണെന്നറിയാവോ? അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു, ദൈവത്തെ ആത്മാർത്ഥത്തോടെ പിൻപറ്റുന്നവനായിരുന്നു. ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ ആഗ്രഹിക്കുന്നവനായിരുന്നു. ആരുടെയും നിർബന്ധം കൊണ്ടല്ല. സ്വന്തം ഹൃദയം ദൈവത്തോണ്ടി സമർപ്പിച്ച്, ജീവിതം ദൈവത്തോണ്ടി സമർപ്പിച്ച്, എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി എന്നുള്ള ഒരു ചിന്ത അവനുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടത്. അതിനുവേണ്ടി അവൻ നിന്നത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം ദൈവമക്കളെ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. സ്വന്തം കാര്യം എന്നും നോക്കി സ്വന്തം കാര്യത്തിൽ മാത്രം ആശ്വസിച്ച് സ്വന്തം ജീവിതം മാത്രം പടുത്തു വരുത്താൻ ശ്രമിക്കുന്ന വ്യക്തി അത് എന്നും അങ്ങനെ തന്നെ അവൻ്റെ കാര്യം നടക്കും. പക്ഷേ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനുണ്ടല്ലോ, ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള ദൈവപ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ കാണും. അത് കാരണം എന്തെന്നറിയാവോ? ദൈവം സർവ്വശക്തനായതുകൊണ്ടാണ്. ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം നമ്മെ സ്നേഹിക്കാനുണ്ടെങ്കിൽ ആ ദൈവത്തെ നാം ആത്മാർത്ഥത്തോടെ സ്നേഹിച്ചാൽ, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും തക്ക സമയത്ത്. അങ്ങനെ വിടുവിക്കാൻ ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ ലോകത്ത് ആർക്കും ഈ നിന്റെ ജീവിതത്തിൽ തടഞ്ഞു നിൽക്കാൻ കഴിയത്തില്ല. കാരണം എന്തറിയാമോ? ഈ ദാവീദിനെ തടയാൻ ഒരുപാട് ശ്രമിച്ചു, അല്ലേ? നെഹമ്യാവിനെ തടയാൻ സൻബല്ലത്തും തോബിയാവും ശ്രമിച്ചു. ഇവിടെ മൊർദെഖായിയെ തടയാൻ ഹാമാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെ ഒരിടത്തും ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ സാത്താൻ്റെ പദ്ധതി, ശത്രുവിൻ്റെ പദ്ധതി വിജയിക്കാൻ ഇടവന്നില്ല. തൽക്കാലത്തേക്ക് ഇവരുടെ തല താണിരുന്നു. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ദൈവം അവന് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ തല ഏറ്റവും ഉയർത്തപ്പെട്ടു. അവൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും, അല്ലേ? ദൈവത്തിൻ്റെ നാമത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട്, ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കർത്താവ് പറയും. മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. കർത്താവാകുന്ന മുന്തിരിവള്ളിയോട് നമുക്കൊന്ന് ഒട്ടിച്ചേർന്നിരുന്നുകൊണ്ട്, എൻ്റെ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഏറ്റവും അധികം ഫലം കായ്ക്കുന്ന ഒരാളായി തീരട്ടെ, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവനായി തീരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.